എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല നാടൻ സ്റ്റൈലിലുള്ള ഇടിച്ചക്ക തോരൻ എങ്ങനെയാണ് വളരെ ടേസ്റ്റ് ആയിട്ട് തയ്യാറാക്കുന്നത് നോക്കാം. ഇടിച്ചക്കയൊക്കെ ഇപ്പോൾ കിട്ടുന്നൊരു സമയമാണ്. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. അപ്പോൾ നമുക്കിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഇടിച്ചക്കയും കിട്ടാറുണ്ട്. പക്ഷേ ഞാൻ ഇത് റെസിപ്പി വീഡിയോ ചെയ്തപ്പം എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രോസൺ ഇടിച്ചക്കയാണ് എടുത്തുള്ളത്. അപ്പോൾ ഇത് ഫ്രോസൺ ആയിട്ട് നമുക്ക് പാക്കറ്റിൽ ഇടിച്ചക്ക വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി അല്ല നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇടിച്ചക്കയുടെ മുള്ളൊക്കെ കളഞ്ഞിട്ട് അത് കൊത്തിപ്പൊടിച്ചെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുത്തതിന് ശേഷം ഒന്ന് ആവി കയറ്റി എടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഇടിച്ചക്ക എടുക്കുമ്പം നമ്മുടെ ചക്കയുടെ നടുഭാഗത്തുള്ള കൂഞ്ഞെന്ന് പറയും നമ്മുടെയൊക്കെ സൈഡിലോട്ട്, അത് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ട് പീസുകളാക്കി എടുക്കാം. എപ്പോഴും നമ്മൾ ഇടിച്ചക്കയൊക്കെ എടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ കയ്യിൽ കറയാവില്ല. അപ്പോൾ നമ്മുടെ പാക്കറ്റിലുള്ളത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഇടിച്ചക്കയാണ്. അപ്പോൾ ഇത് പച്ച ചക്കയാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കണം. ആവി കയറ്റി എടുക്കാനായിട്ട് ഇഡ്ഡലി തട്ടിൽ വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഇതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ ഇത് നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ കൈ വെച്ചിട്ട് തന്നെയാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്, കാരണം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ ഇട്ടാൽ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. 1/4 മുറി തേങ്ങ മതിയാകും. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കുന്നതാണ് എപ്പോഴും ഈ തോരന് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലി വെളുത്തുള്ളിയാണ്, അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയ ജീരകം 1/2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കളറിന് ഒരു നുള്ളു മുളക് പൊടിയും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല. ഇനി ഇത് ഒരു പൾസ് ഒന്ന് ചെയ്തെടുക്കാം, അതായത് ഒന്ന് ചതച്ചിട്ടെടുക്കാം. ഇനി നമ്മളൊരു പാത്രത്തിൽ എണ്ണ ചൂടായപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ഉഴുന്നുപരിപ്പ് നന്നായിട്ട് മൂത്ത് വന്നാൽ ഇതിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും. ഇനി നമുക്കിതിലേക്ക് ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം. ഇടിച്ചക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇടിച്ചക്ക നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് കാരണം ഇത് ഇനി സെപ്പറേറ്റ് ആയിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിന് മുകളിലായിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാനായിട്ട് മറക്കരുത്. അപ്പോൾ ആവിയൊക്കെ ഒന്ന് കയറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് ചിക്കി തോത്തി എടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു തോരനാണ്. വളരെ ഗുണങ്ങളുള്ളതാണ്, ഒരുപാട് നാരൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇടിച്ചക്ക കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്